നീതിക്ക് വേണ്ടി കൊല്ലുന്നതിൽ യാതൊരു നീതിയുമില്ല എന്ന പ്രശസ്തമായ ചിന്തയെ സ്മരിച്ചുകൊണ്ട് പുനരധിവാസത്തിനും പുനർചിന്തനത്തിനുമുള്ള സ്റ്റേറ്റിന്റെ അപജയത്തെ പരാജയത്തെയാണ് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത് എന്ന് സ്മരിച്ചുകൊണ്ട് പ്രാചീന ശിക്ഷാരീതികളിൽ ഒന്നായ കണക്കാക്കാവുന്ന വധശിക്ഷയെ ഒരിക്കൽ കൂടി ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ വധശിക്ഷയെക്കുറിച്ച് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ എന്താണ് കൃത്യമായി പറയുന്നത്? അപൂർവങ്ങളിൽ അപൂർവമായ ശിക്ഷാരീതി എന്ന് പറയുന്നു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഈ അപൂർവത്തിലെ അതിന്റെ യഥാർത്ഥമായ നിർവചനം എന്താണെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. എന്റെ നീതി എന്ന് പറയുന്നത് അപരന്റെ നീതിയാണോ, അല്ലെങ്കിൽ ഒരു നീതിന്യായ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അപൂർവമായി തോന്നുന്നത് എല്ലാവർക്കും അപൂർവമായി തോന്നണമെന്നുണ്ടോ? ആ ഒരു ഒറ്റ ചിന്തയിൽ നിന്ന് എങ്ങനെയാണ് നീതി നടപ്പിലാകുന്നത് എന്ന ചിന്തയിലേക്കാണ് അത് വഴിതെളിക്കുന്നത്. അതുപോലെ തന്നെ വധശിക്ഷ എന്ന് പറയുന്നത് മാനസികമായോ സാമൂഹ്യപരമായോ യാതൊരു പരിവർത്തനത്തിന് കാരണമാകുന്നില്ല എന്ന് പഠനങ്ങൾ പറയുന്നു. അതായത് ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന ചൈന പോലുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വധശിക്ഷ എന്നത് നിരോധിച്ചിരിക്കുന്ന സ്ഥലങ്ങളായ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ സ്ഥലങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ ഗണ്യമായി കുറവാണ് എന്നത് കാണുവാനായിട്ട് നമുക്ക് വ്യക്തമായി സാധിക്കുന്നതാണ്. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.